വെൽക്കം. സൈമനാണ്. റെസ്പിറേറ്ററി സിസ്റ്റം ഫാർമക്കോളജിയിൽ നമ്മൾ ആദ്യം കാണുന്നത് ആസ്മയാണ്. ആസ്മ. ഈ വീഡിയോയിൽ നമ്മൾ ആസ്മയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. ആന്റി ആസ്മ ഡ്രഗ്സ്. സോ ആദ്യം നമ്മൾ എന്താണ് ആസ്മ എന്നൊന്ന് പറയും. അപ്പോൾ ആസ്മയുടെ മെക്കാനിസംസ്, എങ്ങനെയൊക്കെയാണ് ആസ്മ ഉണ്ടാകുന്നത് എന്നുള്ള മെക്കാനിസംസ് പറയും. സോ ഈ മെക്കാനിസം പറയുമ്പോൾ അതിനിടയിൽ ഓരോ ഭാഗങ്ങളിൽ എവിടെയെല്ലാമാണ് മരുന്നുകൾക്ക് ഇടപെടാൻ പറ്റുക. സോ അങ്ങനെ നമ്മൾ മരുന്നുകളെ ക്ലാസിഫൈ ചെയ്തു പോകും. സോ ബേസിക്കലി ദിസ് എ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ മെക്കാനിസം. കുറച്ച് മെക്കാനിസം പറയും, പൂർണ്ണമായിട്ട് എല്ലാ മെക്കാനിസം നമ്മൾ ഓരോ ഡ്രഗ് ഗ്രൂപ്പ്സ് എടുത്ത് പറയുമ്പോഴായിരിക്കും നമ്മൾ പറയുക. പക്ഷെ നമ്മുടെ മെക്കാനിസം വൈസ് ആയിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ. ആസ്മ എന്ന രോഗം ഒരു അലർജി മൂലമുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി, അതുമൂലമുണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി എന്ന് വെച്ചാൽ വീക്കമാണ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ഓർ ഡിസീസ് ആണ്. ആൻഡ് ദിസ് ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് അടിസ്ഥാന കാരണം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ് ഇതിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാരണം ആസ്മ ഉണ്ടാവാനായിട്ട്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണ് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ കണ്ടതാണ്. 4 തരം ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ അതിൽ ആസ്മ വരുന്നത് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആണ്. ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡിസോർഡറിൽ നമുക്ക് പെടുത്താവുന്ന രോഗമാണ് ആസ്മ. ടൈപ്പ് 1ൽ ഏതാണ് ഇമ്പോർട്ടന്റ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആണ്. സോ ആന്റിബോഡി മീഡിയേറ്റഡ് ആണ് ടൈപ്പ് 1 എന്ന് നമ്മൾ പറയുന്നത്. സോ ആന്റിബോഡി ഈസ് IgE മീഡിയേറ്റഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ആസ്മ. നമ്മൾ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് പ്രോസസ്, ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് സെൻസിറ്റൈസേഷൻ എന്നുള്ളൊരു പ്രോസസ് ഉണ്ടാകും എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ അതെന്താണെന്ന് ഞാൻ വീണ്ടും ഫുള്ളായിട്ട് വിശദമാക്കുന്നില്ല, എങ്കിലും നമുക്കിവിടെ ആവശ്യത്തിന് പറയാം. ഇപ്പോൾ ഒരു അലർജൻ, ആസ്മ എന്ന് പറയുമ്പോൾ അലർജൻ ആണല്ലോ, ഏതെങ്കിലും നമുക്ക് പറ്റാത്ത ഏതെങ്കിലും അലർജൻ, അതൊരു പോളൻ ആണെന്ന് കൂട്ടുക. അത് നമ്മുടെ ഫ്രീ മൂവിങ് ആണ്, അത് ഇങ്ങനെ നമ്മുടെ ശരീരത്തിലെത്തി ഇതനുസരിച്ചിട്ട് നമ്മുടെ ശരീരം ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ടാക്കും. ആ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ പേരാണ് IgE എന്ന് പറയും. ഇങ്ങനെ ഉണ്ടായ IgE എവിടെ പോകും? അത് പോയി മാസ്റ്റ് സെൽ, ഇതൊരു മാസ്റ്റ് സെല്ലാണെങ്കിൽ അവിടെ പോയി ഒട്ടിപ്പിടിക്കും. ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ അവിടെ പോയി ഒട്ടിപ്പിടിക്കും. സോ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, സെൻസിറ്റൈസേഷൻ എന്ന് നമ്മൾ പറയും. അപ്പൊ ഇതാണ് ആദ്യത്തെ പ്രോസസ്. ഇനി വീണ്ടും ഒരിക്കൽ കൂടി ഈ അലർജൻ നമ്മുടെ ശരീരത്തിൽ വരികയാണെങ്കിൽ അപ്പോൾ സംഭവിക്കുന്നത്, ഈ അലർജൻ മറ്റേത് പഴയ സംഭവിച്ചത് വീണ്ടും സംഭവിക്കുമെങ്കിലും ഇപ്പൊ ചെയ്യുന്നത് ഈ അലർജൻ ഇവിടെ പോയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇതിനു വേണ്ടിയുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇയിൽ പോയി ഒട്ടിച്ചേരുകയും അങ്ങനെ വേറൊരെണ്ണത്തിലും കൂടി ഒട്ടിച്ചേരുകയും 2 ഒട്ടിച്ചേർന്നിട്ട് രണ്ടും കൂടി ഡൈമറൈസ് ചെയ്യുമ്പോഴത്തേക്കും മാസ് സെൽസ് പൊട്ടുന്നു, അല്ലെങ്കിൽ ഡീഗ്രാനുലേഷൻ ഓഫ് മാസ് സെൽസ് എന്നാണ് നമ്മൾ അതിന് പറയാം. മാസ് സെൽസിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? മാസ് സെൽസിനകത്ത് ഒരുപാട് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്, ധാരാളം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്തെല്ലാമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഹിസ്റ്റമിൻ ആണ്, ദെൻ 5HT ഉണ്ട്, ഇന്റർലൂക്കിൻസ് ഉണ്ട്, ദെൻ ലുക്കോട്രൈൻസോ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് റിലീസ് ചെയ്യും. സോ ഇൻ ലങ്സ്, ഇത് ലങ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് നമ്മുടെ ലങ്സിലുള്ള, ഇത് ലങ്സ് ആണെങ്കിൽ ഞാൻ ലങ്സ് എന്ന് വരയ്ക്കാം, ലങ്സിൽ എയർ എത്തിക്കുന്ന ബ്രോങ്കിയോൾസ് ഇങ്ങനെയുള്ളതിനെല്ലാം ചുരുക്കുന്നു. ഇത് ബ്രോങ്കി ആണെങ്കിൽ അതിനെ കൺസ്ട്രിക്ട് ചെയ്യുന്നു, ചുരുക്കുന്നു. നമുക്കപ്പോൾ ശ്വാസം മുട്ടുണ്ടാകും. സോ ഇതാണ് ബേസിക്കലി ആസ്മ എന്ന് പറയും. അപ്പൊ നമുക്ക് 2 തരം മരുന്നുകൾ ആസ്മയിൽ ഉപയോഗിക്കാം. ഒന്ന്, ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ഇൻഫ്ലമേഷൻ തടയുക. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്സ് നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആസ്മയിൽ ഒരു പരിഹാരം ഉണ്ടാക്കാം. രണ്ടാമത് പ്രശ്നം ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ പറഞ്ഞു ബ്രോങ്കസ് ചുരുങ്ങാണ്. അപ്പൊ നമുക്ക് ഈ ബ്രോങ്കസിനൊന്ന് ഡയലേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം, അടിയന്തരമായിട്ടുള്ള ആശ്വാസം കിട്ടും. സോ വി വിൽ യൂസ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. സോ ബേസിക്കലി നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് മരുന്നുകളായിട്ട് തിരിക്കാം. ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ്സ് ഓർ ഡ്രഗ്സ്, രണ്ടാമത്തത് ബ്രോങ്കോ ഡയലേറ്റ്. സോ ഇത് രണ്ടുമാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ആന്റി ആസ്മ ഡ്രഗുകൾ. സോ നമുക്കപ്പോൾ ആദ്യ മരുന്നിനെ പറ്റി പറയാം. സോ ഒരു അലർജൻ, നമ്മൾ പറഞ്ഞു ഒരു അലർജൻ ഇവിടെ വരുന്നു, അത് അല്ലെങ്കിൽ അലർജനിക് ആയിട്ടുള്ള എന്ത് സബ്സ്റ്റൻസ് ഓർ കെമിക്കൽ, ഉദാഹരണം പോളൻ ആണ് നമ്മൾ എക്സാം പറഞ്ഞത്. സപ്പോസ് ദിസ് ഈസ് പോളൻ, ഇത് പോളൻ ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ശരീരത്തിലെത്തി, അതെന്ത് ചെയ്യും? അത് പോയി മാസൽസിന് പുറത്തുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനിൽ പോയി ഒട്ടിച്ചേരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് സംഭവങ്ങളുടെ എല്ലാം തുടക്കത്തിന് കാരണം. ഇത് പോയി ഇവിടെ വന്ന് ഒട്ടിച്ചേരുന്നു. ഇനി പ്രശ്നങ്ങളാണ്. സോ നമുക്ക് ഈ ഒട്ടിച്ചേരലിനെ തടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസ്മ ഉണ്ടാവുന്നത് തന്നെ നിലയ്ക്ക്, അല്ലെ? അങ്ങനെ ഒരു മരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മരുന്നുണ്ട്. അങ്ങനെയുള്ള മരുന്നാണ് IgE. ഇവിടെ വന്ന് മരുന്ന് പോളൻ ഒട്ടിച്ചേരുന്നതിന് പകരം മരുന്ന് വന്ന് ഒട്ടിച്ചേരും. അപ്പോ പോളന് വന്ന് ഒട്ടിച്ചേരാൻ പറ്റാതെ വരും. സോ IgE വന്ന് ഒട്ടിച്ചേർന്ന് IgE തടയുന്ന മരുന്നാണ് IgE ഇൻഹിബിറ്റ്. അതിന്റെ പേര് ഒമാലിസുമാബ് എന്നാണ്. ഒമാലിസുമാബ് എന്ന് പറയുന്ന മരുന്നാണ്
ഇത്. സോ ഇറ്റ്സ് എ മോണോക്ലോണൽ ആന്റിബോഡിയാണ്. മാബ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇത് സാധാരണ വെറുതെ ഞങ്ങളുടെ ആസ്മയ്ക്ക് കയറി ഉപയോഗിക്കുകയല്ല, ഓൺലി യൂസ്ഡ് ഇൻ കോർട്ടിക്കോസ്റ്റിറോയിഡ് റെസിസ്റ്റന്റ് ആസ്മ. കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഉപയോഗിച്ചിട്ടും ഫലമില്ലാതെ വരുന്ന ആസ്മയിലൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. സോ ഇത് നമുക്കൊരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ആയിട്ട് പെടുത്താലോ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. ഇനി ഈ അലർജൻ IgEയിൽ വന്ന് ഒട്ടിച്ചേർന്നു എന്ന് കരുതുക. ഓക്കെ, സോ ഇവിടെ ഒന്ന് ഒട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക, ഇത് മാസെല്ലാണ്. മാസെൽസിൽ നിന്ന് പല സാധനങ്ങളും പുറത്തു വരും. അതിന് നമ്മൾ പറഞ്ഞത് മാസെൽസ് വെൽ ഡീഗ്രാനുലേറ്റ് എന്നാണ് പറഞ്ഞത്. സോ ഡീഗ്രാനുലേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം റിലീസ് ചെയ്യും. ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ് റിലീസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ ഏതെല്ലാമാണ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫേമസ് ഹിസ്റ്റമിൻ തന്നെയാണ്. ഹിസ്റ്റമിൻ ആണ് ഒന്ന്. പക്ഷേ ആസ്മയിൽ ഹിസ്റ്റമിന് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാമെങ്കിലും ആന്റി ഹിസ്റ്റമിൻസ് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. കാരണം ആസ്മയിൽ ഹിസ്റ്റമിന് അത്ര വലിയ റോൾ ഇല്ല. ഹിസ്റ്റമിൻ ഇപ്പൊ സ്കിന്നിലോ മറ്റു പല സ്ഥലത്തൊക്കെ ആണെങ്കിൽ തടിച്ചു ചോന്ന് വരുന്നതൊക്കെ ഹിസ്റ്റമിൻ മൂലമാണ്. പക്ഷേ ആസ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലൂക്കോട്രൈൻ. ലൂക്കോട്രൈൻ C4, ലൂക്കോട്രൈൻ LTC4 ആൻഡ് LTD4. ഇവയാണ് ആസ്മയിൽ പ്രധാനപ്പെട്ട ആൾക്കാർ, ലൂക്കോട്രൈൻസ് എന്ന് പറയും. സോ ലൂക്കോട്രൈൻസ് ഇങ്ങനെ ഉണ്ടായി. ഇപ്പോൾ ലൂക്കോട്രൈൻസ് പുറത്തേക്ക് വന്നു. ലൂക്കോട്രൈൻസിനെ ആക്ട് ചെയ്യണമെങ്കിൽ ലൂക്കോട്രൈൻ്റെ റിസപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്യണം. എന്താണ് ലൂക്കോട്രൈൻ്റെ റിസപ്റ്റർ? ലൂക്കോട്രൈൻ്റെ റിസപ്റ്ററിന്റെ പേര് സിസ്റ്റീൻ ലൂക്കോട്രൈൻ LT1 റിസപ്റ്റേഴ്സ് എന്നാണ് ഇവയുടെ പേര്. സോ ലൂക്കോട്രൈൻസ് ഉണ്ടായി, അത് വന്നിട്ട് ഈ റിസപ്റ്റർ, സപ്പോസ് ദിസ് ഈസ് റിസപ്റ്റർ, ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുമ്പോൾ ആണ് ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുക. ലൂക്കോട്രൈൻസ് ആർ പവർഫുൾ ബ്രോങ്കോ കൺസ്ട്രക്ടേഴ്സ്. ആക്ച്വലി ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നല്ലതായിരുന്നു. എന്താ വെച്ചാൽ ശരീരത്തിനകത്ത് കയറി പോളനെ തെറിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്താണ്. പക്ഷെ സംഭവം നടക്കുന്ന നമുക്ക് വ്യാസമുട്ടായിട്ടാണ് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അപ്പോൾ ലൂക്കോട്രൈൻസിന്റെ പ്രവർത്തനം ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചേരുന്നത് തടഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ്മ, ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആസ്മ കുറയും. സോ അങ്ങനെ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. ആ മരുന്നിന്റെ വൺ ഫേമസ് പേര് മോണ്ടി ലുക്കാസ് ആണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൂക്കോട്രൈൻ റിസപ്റ്റർ ഇൻഹിബിറ്റർ. ദെൻ സഫിർ ലുക്കാസ്റ്റ് ആണ് വേറൊരെണ്ണം. ദെൻ പ്രാൺ PR ആണ്, PRAN, പ്രാൺ ലുക്കാസ്റ്റ്. സോ ഇത് മൂന്നുമാണ് ലുക്കാസ്റ്റ് മരുന്നുകൾ, മോണ്ടി ലുക്കാസ്. സോ ലുക്ക് ഫോർ ലൂക്കോട്രൈൻസ് ആണെന്ന് നമ്മൾ ഓർത്തുക. സോ ലൂക്കോട്രൈൻ ഇൻഹിബിറ്റേഴ്സ് ആർ മോണ്ടി ലുക്കാസ്, സഫിർ ലുക്കാസ്റ്റ് ആൻഡ് പ്രാണി ലുക്കാസ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ വിഭാഗം മരുന്നുകളും. സോ ഇതും ആന്റി ഇൻഫ്ലമേറ്ററി ആണല്ലോ, ബിക്കോസ് ഇൻഫ്ലമേഷൻ ആണ് കുറയ്ക്കുന്നത്, ഇല്ലാതെയാകുന്നത്. ഇനി ഏതെല്ലാമാണ് മറ്റ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്? ലൂക്കോട്രൈൻസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞത് ഇന്റർലൂക്കിൻസ് ആണ്. ഇന്റർലൂക്കിൻസ് 3, 4 and 5, 3, 4, 5 ഇതാണ് പറഞ്ഞത്. ആസ്മയിൽ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈസ് ഇന്റർലൂക്കിൻ 5 ആണ്. ഇന്റർലൂക്കിൻസ് ആർ സൈറ്റോകൈൻ. സോ ഇന്റർലൂക്കിനെ തടയുന്ന മരുന്നുകളാണ് ഇനി നമ്മൾ. അപ്പൊ ഇന്റർലൂക്കിൻ 5 ആണ് പ്രധാനം എന്ന് പറഞ്ഞു. ഈ ഇന്റർലൂക്കിൻ, ഇതിപ്പോ ഇന്റർലൂക്കിൻ ആണെന്ന് ജസ്റ്റ് കരുതുക. ഇതിനെ നേരിട്ട് വന്ന് തടയുന്ന ഒരു മരുന്ന്, ആ മരുന്നിന്റെ പേരാണ് മെപ്പോലിസുമാബ്. അത് ഇന്റർലൂക്കിൻ 5നെ നേരിട്ട് വന്ന് തടഞ്ഞ് നിർവീര്യമാക്കുകയാണ്, ഇവനെ ഒന്നുമല്ലാതാക്കി കളയും. ഇനി ഇന്റർലൂക്കിൻ 5 അവയുടെ റിസപ്റ്ററിൽ പോയി പിടിച്ചാലാണോ സാധാരണ അതിന്റെ ആക്ഷൻ നടക്കുക? ഇന്റർലൂക്കിൻ 5 ഇവിടെ ഒന്ന്, ഇത് റിസപ്റ്റർ ആണെങ്കിൽ അതിൽ പിടിക്കണം. ഇനി ഈ റിസപ്റ്ററിൽ പോയി, റിസപ്റ്റർ ഉള്ളത് ഇസ്നോഫിൽസിന്റെ പുറത്താണ്. ഇസ്നോഫീലിയ കാര്യം നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ പറഞ്ഞതാണ്. സോ ഇസ്നോഫിലിന്റെ സർഫസിൽ വെച്ചിട്ട് തടയുന്ന മരുന്നുകളുണ്ട്. അതിന്റെ പേര് ഒന്ന് ബെൻറാലിസുമാബ് ആണ് ഒരെണ്ണം. ദെൻ അടുത്തത് റെസ്ലിസുമാബ് ആൻഡ് ബെൻറാലിസുമാബ്. സോ ഇതെല്ലാം ഇസ്നോഫിലിക് ആസ്മയിൽ നമ്മൾ മെയിൻ്റനൻസിന് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഇനി നാലാമത്തതും ഇവിടെ എഴുതാം. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻസൈമാണ്. അതിന്റെ പേര് ലിപ്പോക്സിജനേസ് ആണ്. നമ്മൾ അതിനെ ലോക്സ് എന്ന് എഴുതും, ലിപ്പോക്സിജനേസ് എന്ന് പറയും. ഈ ലൂക്കോട്രൈൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ലിപ്പോക്സിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് വേണ്ടത്. സോ ഇതിനെ തടയുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ലൂക്കോട്രൈനിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും. അതിനെ തടയുന്ന മരുന്നുകൾ ഏറ്റവും ഫേമസ് ആണ് സില്യൂട്ടോൺ, ZILEUTON. സില്യൂട്ടോൺ എന്ന് പറയുന്ന മരുന്ന് ഇറ്റ്സ് എ ലോക്സ് ഇൻഹിബിറ്റർ. പക്ഷേ ഈ സില്യൂട്ടോൺ നമ്മൾ ഉപയോഗത്തിലില്ല ബിക്കോസ് ഓഫ് ഹെപ്പാറ്റോടോക്സിറ്റി. കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് നോക്കിയതാണ്. ഹെപ്പാറ്റോടോക്സിസിറ്റി ഉണ്ടാക്കുന്നത് മൂലം ഈ മരുന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്ന്. ഇപ്പോൾ ആന്റിജൻ ഇതാണ്, പോളൻ ആണ് നമ്മൾ പറഞ്ഞു. ഇത് നമ്മുടെ ഇമ്യൂണോഗ്ലോബുലിൻ E ആണ്. ഇത് മാസലിന്റെ പുറത്താണ് ഇതിരിക്കുന്നത്. സോ ഇത് ഒന്ന് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴത്തേക്കും ഇത് മാസൽസ് ഡീഗ്രാനുലേഷൻ നടക്കും എന്നാണ് നമ്മൾ പറഞ്ഞത്. സപ്പോസ് ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ചേർന്നാലും മാസൽസ് ഡീഗ്രാനുലേഷൻ ചെയ്യുന്നില്ലെങ്കിലോ, അങ്ങനെ മാസൽസിന്റെ ഡീഗ്രാനുലേഷൻ തടയുന്ന മരുന്നുകൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. അങ്ങനെയുള്ള മരുന്നുകളെ നമ്മൾ വിളിക്കുക മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് എന്നാണ് വിളിക്കുക. മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്. ആര് വന്ന് ഒട്ടിച്ചേർന്നാലും ഞാൻ സെൽ മെംബ്രെയിൻ പൊട്ടിക്കുന്നില്ല, ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. സോ മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ് ഇൻഹിബിറ്റ് ദ റിലീസ് ഓഫ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. ഇവിടുന്ന് ഒന്നും തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
നെഡോക്രോമിലാണ് ഒരെണ്ണം. നെഡോക്രോമിൽ ക്രോമോഗ്ലൈക്കേറ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ കീറ്റോടിഫൻ എന്ന് പറയുന്ന ഒരു മരുന്ന്. സോ ഇതെല്ലാമാണ് ഇങ്ങനെ മാസൽസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മരുന്നുകൾ. ഈ മരുന്നുകൾ എല്ലാത്തരം ആസ്മയിലും എല്ലാം നമ്മൾ കൊടുക്കുക. ഉദാഹരണം സീസണൽ ആസ്മയിൽ ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഒക്കെ വന്ന് ഇവിടെ ഒട്ടിച്ചേരുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സീസണൽ ആസ്മയ്ക്ക് മുൻപേ നമ്മൾ ഒരു മാസം മുമ്പേക്ക് ഈ മരുന്ന് കൊടുക്കും. അപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ആസ്മ തടയും. ഇനി അപ്പോൾ ഇതും ആന്റി ഇൻഫ്ലമേറ്ററിയിൽ പെടുത്താലോ, നമുക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗ്രൂപ്പിൽ നമുക്ക് പെടും. അപ്പൊ ഇനി ഈ നമ്മൾ പറഞ്ഞ എല്ലാ മെക്കാനിസവും ഉപയോഗിച്ചിട്ട് ഇൻഫ്ലമേഷന്റെ എല്ലാ സ്റ്റെപ്പുകളും തടയുന്ന ഏതെങ്കിലും മരുന്നുകൾ ഉണ്ടെങ്കിലോ ദ മോസ്റ്റ് സൂപ്പർ പവർഫുൾ, ദ മോസ്റ്റ് എഫക്റ്റീവ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അങ്ങനെ മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മരുന്നുകളുണ്ട്. അവയുടെ പേരാണ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് എന്ന് പറയും. സോ വി ക്യാൻ യൂസ് ദിസ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് തന്നെ 3 തരത്തിൽ നമ്മൾ ഉപയോഗിക്കും. ഒന്ന് ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ICS എഴുതാം. I ഫോർ ഇൻഹലേഷണൽ. നമ്മൾ ശ്വസിച്ച് വായിലൂടെയൊക്കെ വലിച്ച് എടുത്ത് ലങ്സിൽ മാത്രം എത്തിക്കുന്ന പരിപാടിയാണ് ഇൻഹലേഷണൽ. അതിൽ ഏറ്റവും നമ്പർ 1 ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെക്ലോമെത്തസോൺ ആണ്. സോ ബെക്ലോമെത്തസോൺ ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡ്രഗ് ആയിട്ട് കൂട്ടുക. എന്ന് വെച്ചാൽ ഏത് മരുന്നിനും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ബെക്ലോമെത്തസോൺ ആണ്. അപ്പൊ ഈക്വൽ ടു ബെക്ലോമെത്തസോൺ അല്ലെങ്കിൽ ഇൻ ദർ പൊട്ടൻസിയിൽ ബെക്ലോമെത്തസോണിന് തുല്യമായിട്ടുള്ള മരുന്ന് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഒന്ന് ബുഡിനോസൈഡ് എന്ന് പറയുന്ന മരുന്ന് തുല്യമാണ്. സിക്ലിസോനൈഡ് എന്ന് പറയുന്ന മരുന്ന് ഇതിന് തുല്യമാണ്. മൊമെറ്റസോൺ എന്ന് പറയുന്ന മരുന്നും ദാറ്റ് ഈസ് ഈക്വൽ ടു ബെക്ലോമെത്തസോണിന് തുല്യമാണ് ഇൻ പൊട്ടൻസ്. ഇതിനേക്കാൾ പൊട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പൊട്ടന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് ഫ്ലൂട്ടിക്കസോൺ എന്ന് പറയുന്ന മരുന്ന്. ഫ്ലൂട്ടിക്കസോൺ ഇസ് ദ മോസ്റ്റ് പൊട്ടന്റ് ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്. ഏറ്റവും വീര്യം കുറഞ്ഞ ആൾക്കാർ ആരാണ്? ദ ലീസ്റ്റ് പൊട്ടന്റ്. സോ ദിസ് ദ മോസ്റ്റ് പൊട്ടന്റ്. ലീസ്റ്റ് പൊട്ടന്റ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുകൾ നമുക്ക് പറയാം. ഒന്ന് ഫ്ലൂനിസോലൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ട്രയാംസിനലോൺ എന്ന് പറയുന്ന മരുന്ന്. സോ നമ്മളപ്പോൾ ക്ലാസിഫൈ ചെയ്ത് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, ഇൻഹലേഷണൽ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത് ഇന്റർമീഡിയറ്റ് പൊട്ടന്റ്, മോസ്റ്റ് പൊട്ടന്റ് ആൻഡ് ലോ പൊട്ടന്റ് മരുന്നുകൾ എന്ന രീതിയിലാണ് നമ്മൾ ക്ലാസിഫൈ. ഇതെല്ലാം ഇൻഹലേഷനിലാണ്. ICS എന്ന് വെച്ചാൽ ഇൻഹലേഷൻ, ശ്വസിച്ചെടുക്കുന്നതാണ്. ഇനി ഗുളികയായിട്ട് വായിലൂടെ കൊടുക്കുന്നതുണ്ടോ? അതാണ് രണ്ടാമത്തെ ഗ്രൂപ്പ്. സോ ദിസ് ഈസ് ഫസ്റ്റ് ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഗുളികയായിട്ട് നമ്മൾ കൊടുക്കാൻ എപ്പോഴും ഉപയോഗിക്കുക പ്രെഡ്നിസോളോൺ എന്ന് പറയുന്ന മരുന്നാണ് മിക്കവാറും നമ്മൾ ഗുളികയായിട്ട് ഉപയോഗിക്കുക. ഇനി 3 കുത്തിവെപ്പായിട്ട് കൊടുക്കണമെങ്കിലോ IV ആയിട്ട് കൊടുക്കണമെങ്കിൽ, ഇൻട്രാവീനസ് ആയിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഹൈഡ്രോകോർട്ടിസോൺ ആയിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. സോ IV. ഇനി മറ്റു രീതിയിലൊക്കെ കുത്തിവെക്കുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ട്. ഡെക്സാമെത്തസോൺ പോലെയുള്ള മരുന്നുകളുണ്ട്. ഇത് സാധാരണ രീതിയിൽ ഡെക്സാമെത്തസോണും ബീറ്റാമെത്തസോണും ഉപയോഗിക്കരുത് എന്നാണ് സാധാരണ രീതിയിൽ പറയാം. പക്ഷെ നമുക്ക് ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ദേ ആർ യൂസിങ് ദിസ് ഡ്രഗ് കുത്തിവെപ്പായിട്ട് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. ബട്ട് ഇതാണ് മരുന്നുകൾ. ഓറലായിട്ടാണെങ്കിൽ പ്രെഡ്നിസോളോൺ ആണ്, IV ആയിട്ടാണെങ്കിൽ ഹൈഡ്രോകോർട്ടിസോൺ ആണ്. ഇനി ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷനിൽ പെടുത്താവുന്ന മറ്റൊരു മരുന്ന് കൂടി ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അവയുടെ പേര് ഞാൻ എഴുതാം. പേര് ഞാനും പഠിച്ചു തന്നെ ഉള്ളൂ. ടെസിപെലുമാബ് എന്നാണ് ആ മരുന്നിന്റെ പേര്. ടെസിപെലുമാബ്. സോ ഇത് ഒരു തൈമിൻ സ്ട്രോമൽ ലിംഫോപോയിറ്റിൻ അവയിൽ പ്രവർത്തിക്കുന്ന ഒരു മരുന്നാണ്. ഓക്കെ, തൈമിൻ സ്ട്രോമൽ ലിംഫോപോയിറ്റിനിൽ പ്രവർത്തിക്കുന്ന ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്, മാബ് ആണ്. സോ അപ്രൂവ്ഡ് മരുന്നാണ്. സോ ഇതാണ് ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററിയിലെ മറ്റൊരു വിഭാഗം മരുന്നുകൾ. സോ ഇത്രയുമാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ആസ്മയിൽ ഉപയോഗിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ ഏതെല്ലാമാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇത്രയും മരുന്നുകളെല്ലാം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആണ്. ശ്വാസം വിട്ട് വന്ന രോഗിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് കൊടുത്തിട്ട് അതൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. തൽക്കാലം നമുക്ക് ശ്വസിക്കണം. സോ അതിന് നമുക്ക് എന്ത് വേണം? ബ്രോങ്കസിനെ നമുക്ക് വികസിപ്പിക്കണം. സോ ഇതിപ്പോ ലങ്സ് ആണെങ്കിൽ ഈ ബ്രോങ്കസ് ഇങ്ങനെ ചുരുങ്ങിയിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് വികസിപ്പിച്ച് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എയർ ലങ്സിലേക്ക് എത്തും. സോ അങ്ങനെയുള്ള മരുന്നുകളെയാണ് നമ്മൾ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്ന് പറയാം. ഇതാണ് നമ്മൾ പറഞ്ഞത് ബേസിക് ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് മരുന്നുകളെല്ലാം തന്നെ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്. സോ ഇവയിൽ ആദ്യത്തേതും ഏറ്റവും വെരി 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 ഇമ്പോർട്ടന്റ് മരുന്നുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ പേര് β2 റിസപ്റ്റർ അഗോണിസ്റ്റുകളാണ്. β2 റിസപ്റ്റർ അഗോണിസ്റ്റ് മരുന്നുകളാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും നമ്പർ 1 ഗ്രൂപ്പ് ഓഫ്. അല്ലെങ്കിൽ ഇവയെ നമുക്ക് അഡ്രീനൽ
അഡ്രിനാലിൻ ലൈക്ക് ഡ്രഗ്സ് എന്ന് പറയാം, ബിക്കോസ് അഡ്രിനാലിൻ ബീറ്റ 2-ൽ ആക്ട് ചെയ്യുന്ന മരുന്നാണല്ലോ. അല്ലെങ്കിൽ ഇനി വേറെ പേര് വിളിക്കണമെങ്കിൽ സിംപതോ മിമെറ്റിക് ഡ്രഗ് എന്ന് നമുക്ക് വിളിക്കാം, ഓർ അഡ്രിനർജിക് ഡ്രഗ്. പരീക്ഷയ്ക്ക് പല രീതിയിലൊക്കെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റണം, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിന് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓൺലി ആക്ടിങ് ഓൺ ബീറ്റ 2, ബീറ്റ 2 സെലക്റ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് ബീറ്റ 2 അഗോണിസ്റ്റ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ മരുന്ന് ബീറ്റ 2-ൽ മാത്രമല്ല പല സ്ഥലത്തും ആക്ഷൻ ഉള്ള മരുന്ന്. ഓക്കെ, സോ ബീറ്റ 2-ൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വൺ ഈസ് ഏറ്റവും ഫേമസ് സാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന മരുന്നാണ്, സാൽബ്യൂട്ടമോൾ. പക്ഷെ നമ്മളിപ്പോ അധികം ഉപയോഗിക്കുന്നത് ലീവോസാൽബ്യൂട്ടമോൾ എന്ന് പറയുന്ന മരുന്ന്. ദിസ് ദ എന്താ പറയാ ഷോർട്ടസ്റ്റ് ആക്ടിങ്, ഏറ്റവും കുറച്ചു നേരം ഷോർട്ടസ്റ്റ് ആക്ടിങ് ബീറ്റ ബ്ലോക്കർ എന്ന് പറയുന്നത് ഇതാണ്, ലീവോസാൽബ്യൂട്ടമോൾ ആണ്. ലീവോസാൽബ്യൂട്ടമോൾ ഇല്ലെങ്കിൽ സാൽബ്യൂട്ടമോൾ നമുക്ക് പറയാം. ഓക്കെ, അടിയന്തര ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടത് ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റുകളാണ് നമുക്ക് ആവശ്യം. സോ സാൽബ്യൂട്ടമോൾ ഈസ് ദ നമ്പർ 1. ഇവിടെ പ്രവർത്തന ദൈർഘ്യം അനുസരിച്ച്, ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ബീറ്റ 2 സെലക്റ്റീവ് മരുന്നുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഒന്ന് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വൺ ഈ സാബ എന്നാണ് നമ്മൾ. സാബ മീൻസ് ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് എന്നാണ്. കുറച്ചു നേരം മാത്രം പ്രവർത്തിക്കുന്ന ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് മരുന്നുകൾ. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സാൽബ്യൂട്ടമോൾ അതിലൊന്നാണ്, ലീവോസാൽബ്യൂട്ടമോൾ അതിലൊന്നാണ്. ഇനി സബ്ക്യൂട്ടേനിയസ് ആയിട്ട് നമുക്ക് സ്കിന്നിന് അടിയിലൂടെ കുത്തിവെക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ടെർബ്യൂട്ടാലിൻ എന്ന് പറയുന്നത്. അതും ഒരു ഷോർട്ട് ആക്ടിങ് മരുന്നാണ്. ഇനിയും പേര് വേണമെങ്കിൽ നമുക്ക് എഴുതാം, മെറ്റാപ്രോടെറിനോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, പിർബ്യൂട്ടറോൾ എന്ന് പറയുന്ന മരുന്ന്. സോ ഇത്രയും മരുന്നാണ് ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ്. അതിൽ കുത്തിവെക്കാൻ പറ്റുന്നത് ടെർബ്യൂട്ടാലിൻ ആണ്, സ്കിന്നിന് അടിയിലൂടെ കുത്തിവെക്കാൻ പറ്റും. ഇനി അടുത്ത ഗ്രൂപ്പ് മരുന്നിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഈ മരുന്നുകൾ എങ്ങനെയാണ് ആക്ട് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതൊരു സ്മൂത്ത് മസിൽ ആണ്, ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽ. ഇവിടെയുള്ള സ്മൂത്ത് മസിൽ ഇങ്ങനെ ഇരിക്കുന്ന സ്മൂത്ത് മസിൽ ആണെന്ന് വിചാരിക്കുക. ഈ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിന്റെ പുറത്ത് ബീറ്റ 2 റിസപ്റ്ററുകൾ ഉണ്ടാവും. ഈ റിസപ്റ്ററിൽ വന്ന് ഒട്ടിച്ചേരുമ്പോൾ ഈ മസിൽ വിൽ ബി റിലാക്സ്ഡ്. സോ മസിൽ റിലാക്സ് ചെയ്യുന്നു, അങ്ങനെയാണ് ഇത് റിലാക്സ് ചെയ്യുന്നത്. സോ ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാക്കുന്നത് സ്മൂത്ത് മസിൽ റിലാക്സേഷൻ വഴിയാണ്. അതിന്റെ അകത്ത് എന്താ നടക്കുന്നത് വെച്ചാൽ ഇൻക്രീസ് സൈക്ലിക് AMP. അതും കൂടി ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചത്. ഇനി കുറച്ചു നേരം ആക്ട് ചെയ്യുന്ന സാബ അല്ലാതെ കൂടുതൽ നേരം ആക്ട് ചെയ്യുന്ന മരുന്നുകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവയുടെ പേരാണ് ലാബ. അപ്പൊ ലാബ എന്തായിരിക്കും? ലോങ് ആക്ടിങ്, മറ്റേത് ഷോർട്ട് ആക്ടിങ് ആണെങ്കിൽ. സോ L ഫോർ ലോങ്, അത്രയുള്ള വ്യത്യാസം. ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ്. സോ ഇത് നമുക്ക് ദിവസം 2 നേരം കൊടുക്കണം, രാവിലെയും വൈകിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. ഏതെല്ലാമാണ് മരുന്നുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാൽമെറ്ററോൾ ആണ് ഒരെണ്ണം, ഫോർമോട്ടറോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ദെൻ R4-മോട്ടർ. സോ എല്ലാം ഫോർമോട്ടറോൾ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് ബാംബൂടെറോൾ എന്ന് പറയുന്ന ഒരു മരുന്ന് കൂടിയുണ്ട്. സോ ഇതാണ് ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ്. കുറച്ചുനാൾ മുമ്പായിരുന്നു ഇത്രയും പഠിച്ചാൽ മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ നമുക്ക് അത്രയും പോരാ. ഇപ്പൊ പുതുതായിട്ട് ഒരു ഗ്രൂപ്പ് കൂടി വന്നിട്ടുണ്ട്, അവരുടെ പേര് അൾട്രാലാബ എന്നാണ്. അൾട്രാലാബ ലോങ് ആക്ടിങ് മാത്രമല്ല അൾട്രാ ലോങ് ആക്ടിങ് ആണ്. അൾട്രാ ലോങ് ആക്ടിങ് എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം കൊടുത്താൽ മതി. ആ മരുന്നുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻഡാക്ടറോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ഒലാഡാക്ടറോൾ എന്ന് പറയുന്ന മരുന്നുണ്ട്, സ്പെല്ലിംഗ് നോക്കണ്ട, ക്ലെൻബ്യൂട്ടറോൾ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ വിലാൻറ്ററോൾ. സോ ഇത്രയും മരുന്നുകൾ. അതിൽ ഈ ക്ലെൻബ്യൂട്ടറോൾ ഇസ് എ പ്രോഡ്രഗ് ഓഫ് ദിസ് ടെർബ്യൂട്ടാലിൻ. ടെർബ്യൂട്ടാലിന്റെ പ്രോഡ്രഗ് ആണ് ഈ ക്ലെൻബ്യൂട്ടറോൾ എന്ന് പറയുന്ന മരുന്ന്. അപ്പൊ ഈ ലാബയും അൾട്രാലാബയും നമുക്കൊരു എമർജൻസി ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കനോട്ട്. ഇത് രണ്ടും നമുക്ക് എമർജൻസിയിൽ കൊടുക്കുന്ന മരുന്നല്ല, ഇത് പ്രൊഫൈലാക്സിസ്, കൂടുതൽ നേരം പ്രവർത്തിക്കുകയും അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം ശ്വാസകോശം വികസിച്ച് നിൽക്കുകയും ചെയ്യുന്ന മരുന്നുകളാണ്. സോ ഇതെല്ലാം പ്രൊഫൈലാക്സിസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത് നമുക്ക് എമർജൻസി സാബ മരുന്നുകളാണ് നമ്മൾ എമർജൻസി കണ്ടീഷൻസിൽ നമ്മൾ കൊടുക്കുക. സോ ദീസ് ഡ്രഗ്സ് ആർ ഓൺലി ഫോർ എമർജൻസി ആൻഡ് ദിസ് ഈസ് ഫോർ മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ്. ഇനി സാൽമെട്രോൾ എന്ന് പറയുന്ന മരുന്ന് നമുക്ക് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്ന് കൂടിയാണ്. സാൽമെട്രോളിന്റെ ഇഞ്ചക്ഷൻ അവൈലബിൾ ആണ്, എല്ലാം തന്നെ ഓറലായിട്ടും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും ഇതെല്ലാം തന്നെ ഇൻഹലേഷണൽ ആണ് കേട്ടോ, അതും കൂടി ഒന്ന് ഓർക്കുക. ഇൻഹലേഷണൽ, നമ്മൾ ശ്വസിച്ചെടുക്കുന്ന മരുന്നുകളെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം തന്നെ ഓറലും കൊടുക്കാം, പക്ഷെ ഇൻഹലേഷൻ ആയിട്ടാണ് മിക്കവാറും ദിസ് ലാബ ആൻഡ് സാബ എല്ലാം തന്നെ ഇൻഹലേഷൻ ആണ്. ഇതും സാൽബ്യൂട്ടമോളും ലീവോസാൽബ്യൂട്ടമോളും എല്ലാം ഇൻഹലേഷൻ ആയിട്ട് അവൈലബിൾ ആണ്. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ഇത്രയും മരുന്നുകളെല്ലാം തന്നെ ബീറ്റ 2 സെലക്റ്റീവ് അഗോണിസ്റ്റുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബീറ്റ 2-ലല്ലാതെ മറ്റ് റിസപ്റ്ററുകളിൽ കൂടി പ്രവർത്തിക്കുന്ന മരുന്നുകളുണ്ട്. ഉദാഹരണം ഇഞ്ചക്ഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന മരുന്ന്. നമുക്കറിയാം അഡ്രിനാലിന് ആൽഫയിലും ബീറ്റയിലും ബീറ്റ 1-ലും ഒക്കെ ആക്ഷൻ ഉള്ള മരുന്നാണ്. സോ അഡ്രിനാലിൻ ആണ് ഒരു മരുന്ന്, ബിക്കോസ് ഇറ്റ്സ് നോട്ട് സെലക്റ്റീവ് ടു ബീറ്റ 2. നമുക്ക് നോൺ സെലക്റ്റീവ് ബീറ്റ അഗോണിസ്റ്റ് എന്ന് നമുക്ക് അവയെ വിളിക്കും. നോൺ സെലക്റ്റീവിൽ ഏറ്റവും ഫേമസ് അഡ്രിനാലിനാണ്. പക്ഷെ അഡ്രിനാലിൻ എപ്പോഴും
സാധാരണ രീതിയിലെ ശ്വാസം മുട്ടിനൊന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. ഓൺലി ഇൻ ബ്രിറ്റിൽ ആസ്മയിൽ മാത്രമാണ് നമ്മൾ കൊടുക്കുക. സോ അഡ്രിനാലിൻ ഈസ് ഗിവൺ ഫോർ ബ്രിറ്റിൽ ആസ്മ. ദെൻ പിന്നുള്ള ഒരു മരുന്ന് ഐസോപ്രിനാലിൻ ആണ്. ഐസോപ്രിനാലിൻ നമുക്കറിയാം β1, β2, β3 ഒക്കത്തിലെ ആക്ഷൻ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അധികം ഉപയോഗിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എഫിഡ്രിൻ എന്ന് പറയുന്ന മരുന്ന് പണ്ടൊക്കെ വളരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഓറലായിട്ട് ഗുളിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഉപയോഗിക്കും. ഓക്കെ, സോ അപ്പൊ ഈ സ്ലൈഡ് മൊത്തം നമ്മൾ പറഞ്ഞത് എല്ലാം അഡ്രിനർജിക് ഓർ സിമ്പതോമിമെറ്റിക് ലൈക്ക് ഡ്രഗുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. സോ ദീസ് ആക്ടിംഗ് ത്രൂ ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് ദിസ് ഡയലേറ്റ്സ് ദ ബ്രോങ്കൈ ഓർ ലങ്സ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ബ്രോങ്കസിനെ ഡയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്തായിരിക്കും ചെയ്യുക? അത് ബ്രോങ്കസിനെയൊക്കെ ചുരുക്കുകയാണ് ചെയ്യുക, അല്ലെ? സോ ഇറ്റ് വിൽ കൺസ്ട്രിക്ട് ദിസ് ബ്രോങ്ക്. അപ്പൊ നമുക്ക് ഇതിനെതിരെ വർക്ക് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്താലോ? ദാറ്റ് വിച്ച് ഇൻഹിബിറ്റ് ദിസ് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം. അപ്പൊ നമ്മൾ അതിനെ നമുക്ക് ആന്റി കോളിനർജിക് ഡ്രഗ്സ് എന്ന് വിളിക്കാം, ഓർ അട്രോപ്പിൻ ലൈക്ക് ഡ്രഗ്സ്. സോ അട്രോപ്പിനെ പോലെ പ്രവർത്തിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ സോ ദേ വിൽ ആക്ട് ഓൺ ദ M3 റിസപ്റ്റർ. ഇവിടെയുള്ള M3 സ്മൂത്ത് മസിൽസിൽ, ഇവിടെ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിനെ പറ്റിയാണ് നമ്മൾ പറയാം. ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിലുള്ള M3 റിസപ്റ്ററിൽ ആക്ട് ചെയ്തിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ അസിറ്റൈൽ കോളിനെ ആക്ട് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ആന്റി കോളിനർജിക് ഡ്രഗ്സ്. അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മരുന്നുകൾ വൺ ഈസ് ഇപ്രാട്രോപിയം. പേരെന്ന് ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ ട്രോപ്പിയം, അട്രോപ്പിൻ എന്നുള്ള വാക്ക് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഇപ്രാട്രോപ്പിയം ഫാസ്റ്റ് ആക്ടിംഗ് ആണ്, വേഗത്തിൽ പ്രവർത്തിക്കുന്നതാണ്, കുറച്ചു നേരം മാത്രമാണ് പ്രവർത്തിക്കുക. വേഗത്തിൽ പ്രവർത്തിക്കുന്നതും കുറച്ചു നേരം പ്രവർത്തിക്കുന്നതായിട്ടുള്ള മരുന്നുകൾ നമ്മൾ എവിടെ കൊടുക്കുക? അക്യൂട്ട് ആസ്മയിലായിരിക്കും കൊടുക്കുക. സോ ദിസ് ഡ്രഗ് ഈസ് ഗുഡ് ഇൻ അക്യൂട്ട് ആസ്മാറ്റിക് കണ്ടീഷൻസിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദീർഘനേരം പ്രവർത്തിക്കുന്ന മരുന്നുകൾ ഏതൊക്കെയാണ്? ടയോട്രോപ്പിയം എന്ന് പറയുന്നത് കുറെ ദീർഘനേരം പ്രവർത്തിക്കുന്ന മരുന്നാണ്. ദെൻ ഓക്സിട്രോപ്പിയം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ പിന്നെ ഇപ്പൊ പുതുതായിട്ട് വളരെ ലോങ് ആക്ടിംഗ് ആയിട്ടുള്ള ലോങ് ആക്ടിംഗ് മസ്കാർനിക് ആന്റഗോണിസ്റ്റ്. സോ ഇവിടെയുണ്ട്. മറ്റേ ലാബയാണെങ്കിൽ ഇത് ലാമയാണ്. ലോങ് ആക്ടിംഗ് മസ്കാർനിക് ആന്റഗോണിസ്റ്റ് ലൈക്ക് ഡ്രഗ്സ് ഏതെല്ലാമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമിക്ലിഡിനിയം എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. പുതുതായിട്ട് ഇപ്പൊ എത്തിയിട്ടുള്ളത് അക്ലിഡിനിയം എന്ന് പറയുന്ന മരുന്ന്. സോ അക്ലിഡിനിയം പോലെയുള്ള മരുന്നുകൾ ദീസ് ആർ കോൾഡ് ആസ് ലാമാസ് എന്നാണ് വിളിക്കുക. സോ ലാമ നമ്മൾ ഉപയോഗിച്ചിട്ട് ഇവിടെ എഫക്ട് സെയിം ആണ്. വി ക്യാൻ ഗെറ്റ് ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബ്രോങ്കോ കൺസ്ട്രിക്ഷൻ ഇല്ലാതെയാക്കും. നമുക്ക് ശ്വസിക്കാനായിട്ട് നല്ലതാണ്. സോ ദീസ് ഡ്രഗ്സ് ഇതെല്ലാം തന്നെ പ്രൊഫൈലാക്സിസിനായിരിക്കും ഉപയോഗിക്കുക, തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അക്യൂട്ടിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഇപ്രാട്രോപ്പിയം ആയിരിക്കും കൊടുക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് പറഞ്ഞത് ഇത് സ്മൂത്ത് മസിൽ ആണെങ്കിൽ ഞാൻ വെറുതെ വരച്ചു. സ്മൂത്ത് മസിൽസിന്റെ ഇവിടെ വന്നിട്ട് ഒന്ന് ബീറ്റ റിസപ്റ്ററിൽ ആക്ട് ചെയ്യുന്നു, ഒന്ന് M3 റിസപ്റ്ററിൽ. സോ ഇതിനെ ആക്ഷൻ കൂട്ടുന്നു, ഇതിന്റെ ആക്ഷൻ തടയുന്നു. ഇങ്ങനെയാണ് നമ്മൾ റിലാക്സ് ചെയ്തത്. ഇനി ചില മരുന്നുകൾക്ക് സെല്ലിന് അകത്ത് കടക്കാൻ പറ്റും. ഈ ബ്രോങ്കിയൽ സ്മൂത്ത് മസിൽസിന് അകത്ത് കടന്നിട്ട് സൈക്ലിക് AMP വർദ്ധിപ്പിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ ബീറ്റ റിസപ്റ്റർ എഴുതിയപ്പോൾ സൈക്ലിക് AMPയുടെ കാര്യം എഴുതിയത്. സോ അങ്ങനെയുള്ള മരുന്നുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള മരുന്നുകളുണ്ട്. സോ ദേ ഇൻഹിബിറ്റ് ദ ഫോസ്ഫോഡയസ്ട്രേസ് 4, 3, 5 ഇങ്ങനെയൊക്കെ തടയുന്ന മരുന്നുകൾ ഉണ്ട്. ഏതാണ് ആ മരുന്നുകൾ? വൺ ഈസ് തിയോഫിലിൻ എന്ന് പറയുന്ന മരുന്നുകൾ ഫേമസ് ആണ്. ഡെറിഫിലിൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡെറിഫിലിൻ, റിട്ടാർഡ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ ഇതാണ് തിയോഫിലിൻ പോലെയുള്ള മരുന്നുകളാണ്. തിയോഫിലിനും എറ്റോഫിലിനും. ദെൻ പിന്നെ ഒരു മരുന്ന് കൂടിയുണ്ട് അമിനോഫിലിൻ എന്ന് പറയുന്ന മരുന്ന്. അമിനോഫിൽ ഇത് നമ്മൾ കൊടുക്കുന്നത് പ്രൊഫൈലാക്സിസ് തടയാൻ വേണ്ടിയിട്ടാണ്. മിക്കവാറും രാത്രിയൊക്കെ നമ്മൾ കഴിക്കുന്നു. നല്ല ശ്വാസം തടസ്സമൊന്നുമില്ലാതെ രാത്രി നമുക്ക് ഉറങ്ങാനൊക്കെ പറ്റും. പക്ഷെ അമിനോഫിലിൻ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കുക ഇൻ അക്യൂട്ട് സിവിയർ ആസ്മയിലാണ് കൊടുക്കുക. അക്യൂട്ട് എമർജൻസി കണ്ടീഷൻസിൽ ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ മാത്രം കൊടുക്കുന്ന ഒരു മരുന്നാണ് ദിസ് അമിനോഫിലിൻ ആസ് ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്ന മരുന്നാണ്. സോ ഇതെല്ലാം കൂടി നമുക്ക് പറയാവുന്നത് മീഥൈൽ സാന്തീൻസ് ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം. ഈ സാന്തീൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചായ കോഫിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. സോ മീഥൈൽ സാന്തീൻസ്. സോ ദീസ് ഓൾസോ ആർ ബ്രോങ്കോ ഡയലേറ്റേഴ്സ് ആണ്. ഇപ്പൊ 3 ഗ്രൂപ്പായി ബ്രോങ്കോ ഡയലേറ്റ്. ഇനി PD4 മാത്രം തടയുന്ന ചില മരുന്നുകളുണ്ട്. അത് COPD-യിലൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്ന് റൊഫ്ലൂമിലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, ഐബുഡിലാസ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്, സിലോമിലാസ്റ്റ് എന്ന് പറയുന്ന മരുന്ന്. ആസ്മയിലൊന്നും അധികം ഉപയോഗിക്കുന്നത് കാണുന്നില്ല, എങ്കിലും PD4 ഇൻഹിബിറ്റേഴ്സ് ആയിട്ടുള്ള മരുന്നുകളാണ്. ഇനി വെരി സിവിയർ എമർജൻസിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് അക്യൂട്ട് സിവിയർ ആസ്മ എന്നാണ് നമ്മൾ അതിന് പറയുക. അക്യൂട്ട് സിവിയർ ആസ്മ ഇതാണ്
ആണ്. ലോക്കൽ നമ്മൾ അതിന് പേര് വിളിക്കും, അതിന് നമ്മൾ വിളിക്കുക സ്റ്റാറ്റസ് ആസ്തമാറ്റിക്കസ് എന്നാണ് നമ്മൾ സാധാരണയായി വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അക്യൂട്ട് സിവിയർ ആസ്മയാണ്. ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മരുന്നാണ് മാഗ്നീഷ്യം സൾഫേറ്റ്. മാഗ്നീഷ്യം സൾഫേറ്റ് ഇവിടെയും ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നത് ഉപകാരപ്രദമാണ്. ദെൻ എക്സ്ട്രീം സിവിയർ കേസിലാണെങ്കിലോ, ഇതുകൊണ്ടൊന്നും നടക്കാത്ത കേസിൽ ചിലപ്പോൾ നമ്മൾ അനസ്തെറ്റിക് ആയിട്ടുള്ള ഹാലോതെയിൻ കൊടുക്കും. ആളെ നമുക്ക് ബോധം കെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഹാലോതെയിന് ബ്രോങ്കോ ഡയലേറ്റർ ആക്ഷൻ ഉണ്ട്. ദെൻ വി വിൽ ഗോ ഫോർ ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ. വെന്റിലേറ്ററിലേക്ക് എടുത്തും നമുക്ക് ശ്വാസം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ശ്വസിപ്പിക്കുക, ആർട്ടിഫിഷ്യൽ വെന്റിലേഷൻ. ഇനി പല മോണോക്ലോണൽ ആന്റിബോഡീസും ഈ ആസ്മയ്ക്ക് വേണ്ടി ഇപ്പൊ വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പൊ ഓൺലി ഇൻ അറ്റോപിക് ഡെർമറ്റൈറ്റിസിലേക്ക് മാത്രം അനുമതി കിട്ടിയ കുറച്ച് മരുന്നുകളുണ്ട്. ജസ്റ്റ് ഞാൻ പേര് പറഞ്ഞേക്കാം. ലിഗലി സൂമാബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ദെൻ ഡുപി ലൂമാബ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ. ഇതെല്ലാം അറ്റോപിക് ഡെർമറ്റൈറ്റിസും. ഇതും ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെയാണ്. ഇതിനെ ലോക്കൽ അനാഫിലാക്സിസ് എന്നൊക്കെയാണ് പറയാം. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. സോ ഇത് നമ്മൾക്ക് ആസ്മയിൽ കൂട്ടുന്നില്ല എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് ആസ്മയിൽ ഉപയോഗിക്കാവുന്ന മരുന്നുകൾ. സോ 2 തരം മരുന്നുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ഇതാണ് ഒരു വിഭാഗം മരുന്നുകൾ. രണ്ടാമത്തത് ബ്രോങ്കോ ഡയലേറ്റർ. സോ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആന്റി ആസ്മയിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഓഫ് ആസ്മയെ പറ്റി പറയാം. പിന്നീട് നമുക്ക് ഓരോ ഡ്രഗ് ഗ്രൂപ്പുകളെ പറ്റി വിശദമായിട്ട് സംസാരിക്കാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.